ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മലയാളം സ്റ്റോറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കൂട്ടുകാരായ പലരും പല കാര്യവും പറഞ്ഞ് പിണങ്ങുകയും തമ്മിലടിക്കുകയും ചെയ്യാറുണ്ട്. അതിനിടയിൽ കയറി നമ്മൾ വല്ല അഭിപ്രായവും പറഞ്ഞ് അവരുടെ ഭിന്നത മൂർജിപ്പിക്കാൻ ഇടവരുത്താറുണ്ട് ചില കൂട്ടുകാർ. അങ്ങനെയുള്ളവർക്ക് ഗുണപാഠമാകുന്ന ഒരു കഥയാണ് കുട്ടൻ്റെയും മുട്ടൻ്റെയും കഥ. കുട്ടനും മുട്ടനും രണ്ട് ആട്ടിൻകുട്ടികളായിരുന്നു, സഹോദരങ്ങളായ ആട്ടിൻകുട്ടികൾ. ഇവർ തങ്ങളുടെ അമ്മയോടൊപ്പം, അല്ലെങ്കിൽ ആട്ടിടയൻ ഇവരെ കാട്ടിലേക്ക് കൊണ്ടുവന്ന് തീറ്റാൻ വിടുമായിരുന്നു. ഇവർ നല്ല പച്ചപ്പുല്ലെല്ലാം തിന്ന് നല്ല രൂപത്തിൽ രണ്ടുപേരും തടിച്ച് കൊഴുത്ത് വന്നിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു കുറുക്കൻ ഇവരെ എങ്ങനെയെങ്കിലും കൊന്നു തിന്നണമെന്ന ആഗ്രഹത്തോടു കൂടി അതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു. കുറുക്കൻ ആലോചിച്ചത് ഇങ്ങനെയായിരുന്നു: ഇവരോട് നേരിട്ട് പോയിട്ട് ഇവരെ കൊല്ലാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവരുടെ കുത്തുകൊണ്ട് ചാവും. എന്തെങ്കിലും ബുദ്ധി ഉപയോഗിച്ച് മാത്രമേ ഇവരെ കൊല്ലാൻ പറ്റുകയുള്ളൂ എന്ന് കുറുക്കൻ ആലോചിച്ചു. ഒരു ദിവസം കുറുക്കൻ മെല്ലെ ഇവർ രണ്ടുപേരും മേയുന്ന സ്ഥലത്തേക്ക് വന്നു. എന്നിട്ട് പരിചയപ്പെട്ട ശേഷം ഇവരോട് പറഞ്ഞു: നിങ്ങൾ രണ്ടുപേരും സുന്ദരന്മാരാണ്, രണ്ടുപേർക്കും നല്ല അഴകുണ്ട്, നല്ല ഭംഗിയുണ്ട്. പക്ഷെ ആരാണ് നിങ്ങളിൽ കൂടുതൽ ശക്തൻ എന്ന് ചോദിച്ചു. അപ്പം കുട്ടൻ പറഞ്ഞു, ഞാൻ തന്നെ. മുട്ടൻ പറഞ്ഞു, അല്ല, നീയല്ല, ഞാനാ. ഇവർ തമ്മിൽ തർക്കായി. അപ്പം കുറുക്കൻ മെല്ലെ അവരോട് പറഞ്ഞു, അതിനൊരു കാര്യമുണ്ട്, ഇനിയിപ്പോൾ നിങ്ങൾ തർക്കിച്ചത് കൊണ്ട് പ്രയോജനമില്ല, ആർക്കാണ് ശക്തി എന്ന് തെളിയിക്കണം. അതിനെന്താ വേണ്ടതെന്ന് ചോദിച്ചു ഇവർ. അന്നേരം വരെ കുറുക്കനെ വരയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇപ്പുറത്ത് നിൽക്കണം, വരേൻ്റെ നീ ഇപ്പുറത്ത് നിൽക്കണം. മുട്ടനോടും പറഞ്ഞു. എന്നിട്ട് രണ്ടുപേരും പുറകോട്ട് പോയി പുറകിൽ നിന്ന് ഓടി വന്ന് തല കൊണ്ട് ഈ വരക്ക് സമമായിട്ട് വന്നിട്ട് മുട്ടണം. നമ്മൾ വടംവലിയൊക്കെ നടത്താറില്ലേ നമ്മുടെ നാട്ടിൽ, അതുപോലെ അങ്ങനെ തല കൊണ്ട് ഇടിക്കണം. ആരാണോ തോക്കുന്നത് മറ്റേയാൾ ജയിച്ചു. അതാണ് വ്യവസ്ഥ. അങ്ങനെ പിറ്റേന്ന് രാവിലെ മുതൽ കുട്ടനും മുട്ടനും തമ്മിൽ മത്സരം തുടങ്ങി. ഇവർ തമ്മിൽ പുറകോട്ട് പോകും, ഓടി വരും, തല കൊണ്ട് ഇടിക്കും. അങ്ങനെ കുറുക്കനാണെങ്കിൽ ഇതിങ്ങനെ നോക്കി നിന്നു. കുറുക്കന് കുറേ കഴിഞ്ഞപ്പോൾ വിശക്കാൻ തുടങ്ങി. വിശന്നിട്ട് യാതൊരു രക്ഷയുമില്ല. ഇവരുടെ മത്സരമാണെങ്കിൽ എവിടെയോട്ട് എത്തുന്നുമില്ല, ആരും തോക്കുന്നുമില്ല, ആരും ചാവുന്നുമില്ല. അപ്പോഴാണ് കുറുക്കൻ ഒരു കാഴ്ച കാണുന്നത്. എന്തേ? കുട്ടൻ്റെയും മുട്ടൻ്റെയും തല ഇടിച്ച് രക്തം ഇറ്റാൻ തുടങ്ങിയതിന്. തല കൊണ്ട് ഇങ്ങനെ തമാവൽ ഇടിക്കുവാണല്ലോ, അപ്പം ചോര ഇങ്ങനെ ഇറ്റി വീഴുന്നുണ്ട്. അപ്പം കുറുക്കൻ വിചാരിച്ചു, ഏതായാലും ഇപ്പം വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്, അപ്പം ഭക്ഷണമൊന്നും ഇപ്പോൾ ഒന്നും കിട്ടൂല, തൽക്കാലം ഒരു കാര്യം ചെയ്യാം, ഇറ്റ് വീണ് കിടക്കുന്ന ചോര നക്കി കുടിക്കാമെന്ന് വിചാരിച്ച് കുറുക്കൻ ചെന്നുകൊണ്ട് ആ ചോര മെല്ലെ നക്കി കുടിക്കാൻ തുടങ്ങി. അപ്പം നക്കി വരയുടെ നടുക്കെത്തിയപ്പോൾ കുട്ടനും മുട്ടനും പുറകിൽ നിന്ന് വന്നിട്ട് ഓടി വന്നിട്ട് ഇടിക്കുന്ന കാര്യമൊന്നും കുറുക്കൻ അറിയില്ലല്ലോ, ഓർമ്മയില്ലാണ്ടായിപ്പോയി ഇതിൻ്റെ സുഖത്തിൽ. ആടിൻ്റെ ചോരയാണെല്ലാം കിട്ടുന്നത്. കുറച്ച് കഴിഞ്ഞപ്പം ടപ്പേ എന്നൊരു ഇടി വന്ന് വീണു. ഒരു ഭാഗത്ത് മുട്ടനും മറ്റേ ഭാഗത്ത് കുട്ടനും. കുറുക്കൻ നടുവിൽ പെട്ടുപോയി. കുറുക്കൻ്റെ തലയായി പൊട്ടിപ്പോയി. കുറുക്കൻ ചത്തുപോയി. അങ്ങനെ കുട്ടൻ്റെയും മുട്ടൻ്റെയും തമ്മിലിടിപ്പിച്ച്
ചോര കുടിക്കാനുള്ള കുറുക്കൻ്റെ അത്യാഗ്രഹം അവസാനിച്ചു. അതാണ് കുട്ടൻ്റെയും മുട്ടൻ്റെയും കഥ. കൂട്ടുകാർക്ക് കഥ ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതിനേക്കാൾ നല്ല ഒരുപാട് കഥകൾ കിട്ടിക്കൊണ്ടേയിരിക്കും. ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.